വയനാട് പടിഞ്ഞാറത്തര പന്തിപ്പൊയിൽ പാലം അപകട ഭീഷണിയിൽ നിരവധി പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ. ബാണാസുരസാഗർ ഡാമിലേക്കും മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കും അടക്കം പോകാൻ സഞ്ചാരികൾ ആശ്രയിക്കുന്ന പാലമാണിത്. പന്തിപ്പൊയിൽ ബപ്പനം തോടിന് കുറുകെയാണ് ഈ പാലം. 1990-ൽ PK ബാവ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. ബാണാസുര, മീൻമുട്ടി, പൂഴിത്തോടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ റോഡ് വഴി എത്താൻ സാധിക്കും. പാലത്തിന്റെ താഴ്ഭാഗത്ത് വലിയ വിള്ളലുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഉള്ളിലുള്ള കമ്പി പുറത്തു കാണാം. ഭാരം കൂടിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് സ്ഥാപിച്ചിട്ടും ഭാരം കയറ്റിയതടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഈ ഏഷ്യയിലെ രണ്ടാമത്തെ എർത്തി ഡാമായ ഈ ബാണാസുരയിലേക്ക് 10,000-കണക്കിന് എന്ന് പറയുന്നോളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പാലത്തിന്റെ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. നാട്ടുകാരായ ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. ഇതിനു മുൻപേ ഒരു വണ്ടി സൈഡ് ഭിത്തിയിലിടിച്ച് അത് തകർന്ന് താഴെ പോയി ഒരാൾ മരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടുകാർ എപ്പോഴും ഇതിൽ പോകുന്ന വലിയ വാഹനങ്ങളായാലും ചെറിയ വാഹനങ്ങളായാലും ഏത് സമയത്താണ് അപകടം സംഭവിക്കുക എന്നുള്ള വലിയ ബേജാറിലാണ് ഞങ്ങൾ. മുൻപ് പാലത്തിന്റെ കൈവരി ഇടിച്ചു തകർന്ന് വിനോദസഞ്ചാരി മരിച്ചിരുന്നു. മീൻമുട്ടി മലനിരകളിൽ നിന്നാണ് ബപ്പനം തോടിന്റെ ഉത്ഭവം. മഴ കനക്കുന്നതോടെ മലവെള്ളപ്പാച്ചിലും പതിവാണ്. ഇവിടെ ഒരു 3 വർഷത്തോളമായി നമ്മൾ ഗ്രാമസഭകളൊക്കെ കൂടുന്ന സമയത്ത് ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെയാണ്. ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഇലക്ഷനൊക്കെ അടുത്ത സമയത്ത് നേതാക്കന്മാരുടെ മുന്നിൽ ഈ ഒരു വിഷയവുമായിട്ട് അപേക്ഷ മുഖേന ഗ്രാമസഭയുടെ ഒരുപാട് അപേക്ഷകളായിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു അധികാരികളും ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതിനെതിരെയുള്ള ഒരു നല്ല നീക്കുപോക്ക് നടന്നിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ആവശ്യം അപകടങ്ങൾ പറ്റുന്നതിന് മുന്നേ ഈ വിഷയം ജനങ്ങളിലേക്കും അതുപോലെ തന്നെ സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിനുള്ള എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുത്തുകൊണ്ട് ഈ പാലം യാത്രായോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികൃതർ എത്രയും വേഗം പാലം പുനർനിർമ്മിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തത്തിനിടയാക്കുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് മലയാളം, വയനാട്.